ഇതാട്ടെ പരിപാടി. ഉറങ്ങി നീച്ച് ഞാൻ ഇന്ന് ഉണർന്നപ്പോൾ കാണുന്നതാണ് ഇപ്പോൾ ഇതൊക്കെ. ഞാൻ ഉറങ്ങുന്ന സമയത്താണ് പരിപാടികളൊക്കെ. അതിൻ്റെ ഇടയിൽ പിന്നെയും പൗഡറിലൊക്കെ കുളിപ്പിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന പരിപാടികളത്. ഒരു ദിവസം നോക്കട്ടെ മുഖം. ആഹാ, പിരിക നോക്കട്ടെ, പിരിക നോക്കട്ടെ. പിരികിൻ്റെ കളർ നോക്കിയിട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് തിന്നെന്ന് പിരികുമ്പ കൂടെ വരച്ചത് കണ്ടില്ലേ. ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനലിൻ്റെ മേലെ കയറും, വാതിൽ എല്ലാ പിത്തനെയും ചെയ്യും കേട്ടോ. അൽമറയിൽ കയറി കട്ടിൻ്റെ മേലൊക്കെ കയറിയിട്ട് എടുത്ത പരിപാടിയൊക്കെ ഇതൊക്കെ. മതി കുട്ടി, എന്താണ് നാശാക്കി ദിവസേ അവിടെ എടുത്ത് വെച്ചാൽ മതി. നോക്കട്ടെ, മേക്കപ്പ് അടിപൊളിയായി നോക്കട്ടെ. അടിപൊളിയായിട്ടുണ്ട്. മേക്കപ്പ് കഴിഞ്ഞിരിക്കണം. ഞാൻ നീച്ചതുകൊണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ നീച്ചിട്ടില്ലെങ്കിൽ ഇതിപ്പോഴും തീരില്ല. അടുത്ത പരിപാടി ഇത് തലവാരെല്ലാം നടന്നുകൊണ്ടിരിക്കണം. മേക്കപ്പ് ബോക്സൊക്കെ അവിടെ വെച്ചേക്കണം കേട്ടോ. ഇതാണ് ഇവർ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഉറങ്ങണം. അതല്ലെങ്കിൽ പണി കിട്ടും. എന്താ കിട്ടണില്ലേ? അപ്പം അത് കിട്ടാത്തതുകൊണ്ടാണ് അതും തേക്കുന്നുണ്ട് മൊത്തത്തിൽ. സാമ്പാർ ഇറങ്ങിയിട്ടുണ്ട്. മൊത്തത്തിലൊരു സാമ്പാറാക്കിയിട്ടുണ്ട്. ആരാ ഇതൊക്കെ തേക്കാൻ പറഞ്ഞ എൻ്റെ അടുത്ത്? ഇതൊക്കെ ആരാ എടുത്ത് തേക്കാൻ പറഞ്ഞ എൻ്റെ അടുത്ത്? ഇതൊക്കെ മുഖത്ത് ഇതൊക്കെ തേച്ചിട്ട് അടിപൊളിയാണ്. മുഖത്തൊക്കെ പോയി തുടച്ചിട്ടുണ്ട്. മുഖത്തൊക്കെ തുടക്കണമുണ്ട് കുറേ. മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട്. ക്രീം തേച്ചപ്പോൾ എണ്ണമെഴുക്കാക്കിയിട്ടുണ്ടാകും. ഫുള്ളായിട്ട് തുടച്ച് ക്ലീനാക്കേണ്ട ആള്. സൂപ്പറായിക്കണം. ഇപ്പോൾ സൂപ്പറായിട്ടുണ്ട്. അപ്പം മുഖമൊക്കെ ക്ലിയറായി. ഇപ്പം അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കൊണ്ടുപോയി വെക്ക്. ആരാ ഇത് എടുത്ത് കൊടുന്നത്? മേക്കപ്പ് സെറ്റ് ഇടാനോ? ഇത് കല്യാണത്തിന് പോകണുണ്ടോ? മേക്കപ്പ് സെറ്റൊക്കെ ഇട്ടിട്ട് എവിടേക്കാ പോണ്? അഫിഡപ്പോ? നോമ്പിനോ? എനിക്ക് എവിടെ കല്യാണം? എനിക്ക് ഐസ്ക്രീം ഇഷ്ടാ? എങ്ങനെ ഐസ്ക്രീം കഴിക്കുന്ന? അതൊക്കെ കൊണ്ടേക്ക് പൊന്നൂസേ. നല്ല കുട്ടിയല്ലേ? അതൊക്കെ കൊണ്ടേക്കണേ. ആരാ ഇത് ഇങ്ങോട്ട് കൊടുന്നത്? ഇങ്ങോട്ട് ആരാ കൊടുന്ന്? അപ്പം അത് കൊണ്ടേക്കാൻ വയ്ക്കൂലേ? എന്താ ചുണ്ടിലെ ലിപ്സ്റ്റിക്കൊക്കെ തേച്ചിട്ട് അത് തുടച്ചാ? അതൊക്കെ വായക്കാവും. തുടച്ചാ തുടക്കൂട്ടി തുടക്ക്. മുടി എന്താ വരാത്തല്ലേ? മേക്കപ്പിൽ മുടി എന്താ? മുടി വൃത്തിയായില്ലല്ലോ. എൻ്റെ മുടി വൃത്തിയായിട്ടില്ലല്ലോ. ഇല്ലല്ലോ. നോക്കട്ടെ അടിപൊളിയായിക്കണോട്ടോ. നമ്മളെ മുഖമൊക്കെ തുടച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. ക്രീം തേച്ചുകൊണ്ട് ഫുള്ളായിട്ട് തുടച്ചെടുത്തു. വേണ്ട, എന്താ അവിടെയൊക്കെ തേക്കണ്? ഇനി വേണ്ട, ഇനി തേക്കണ്ട, മതി തേച്ചത്.
കുറച്ചേ തരുള്ളൂ കേട്ടോ. ഇനി ഇല്ല കേട്ടോ, ഇനി കൊണ്ടെടുത്തേക്കും മറുകുട്ടി. അതാ അത് തുടക്കുകയാണേ, ഇത് തേച്ച് കഴിഞ്ഞാൽ അപ്പം തുടക്കണുണ്ട്. ഇതെന്തിനാ തുടക്കണേ? അതൊക്കെ അപ്പം തന്നെ തുടച്ചില്ലേ? സുന്ദരി കുട്ടി അയക്കുക. അവിടെ കൂടെ ഒക്കെ തേച്ച സുന്ദരി കുട്ടിയാകുമോ? ഇതിനെ പെച്ച് കുളിക്കണേ? പാവട ഉപ്പായോ? ചേച്ചി പാവട ഉപ്പായ കൊടുത്തേക്ക പറഞ്ഞ എൻ്റെ അടുത്ത് പറഞ്ഞോ? എപ്പോഴാ പറഞ്ഞു? ഫോൺ അടിക്കട്ടെ. 10 ദിവസം തന്നെ ഫോൺ അടിച്ച് 10 ദിവസം തന്നെ ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പച്ചി ഒന്നും മുണ്ടണില്ലേ? ഇപ്പച്ചി ഒന്നും പറയണില്ല? എന്തൊക്കെയാ പറയണ എൻ്റെ അടുത്ത്? ഉളപ്പിച്ച് കുപ്പായി കൊടുത്തേക്കാന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പാവട ഉപ്പായി എത്ര വേണ്ടത് കൊടുക്കുക? മേക്കപ്പ് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നട്ടോ. അപ്പം നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. ഉറങ്ങിക്കഴിഞ്ഞില്ല, കോലാഹലങ്ങൾ. അടുത്തതും കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ എന്താ? ഇതെന്താ പിന്നെ ഇതൊക്കെ എന്തിലാ പറഞ്ഞു കൊടുത്ത? അതൊക്കെ എന്താ പറഞ്ഞു കൊടുത്ത? ഡോക്ടർ സെറ്റിൻ്റെ അതിൻ്റെ പാർട്സുകളൊക്കെ കളഞ്ഞിരിക്കുന്നുണ്ട്. ഇതെന്താ? അതൊക്കെ അല്ലേ ഇപ്പം തേച്ചത്. പത്തുസേ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ പറയും, സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയും. കമൻറ്റ് ചെയ്യണ്ടേ? അപ്പോൾ ഓക്കെ ബായ് പറയും. അപ്പോൾ ഇതൊക്കെ കേട്ടോ ഇന്നത്തെ വത്തൂസിൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.